ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ചേമ്പ് പറിക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളതിൻ്റെ തണ്ട് മുറിച്ച് മാറ്റുവാണ്. ഈ ചേമ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. ചേന പറിക്കുന്ന വീഡിയോയ്ക്കകത്ത് ഈ ചേമ്പിൻ്റെ വീഡിയോയും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളതൊന്ന് പറിച്ച് നോക്കുക. അതിൻ്റെ ചുവട്ടിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. സൗണ്ട് ഇച്ചിരി ഡിസ്റ്റർബൻസ് കാണും, കോഴിയൊക്കെ കൂവുന്നുണ്ട്. അപ്പോൾ നമ്മളാദ്യം ഇതിൻ്റെ തണ്ടൊക്കെ മുറിച്ചൊന്ന് മാറ്റാം. ഈ ചേമ്പിൻ്റെ തണ്ട് നല്ലതാണ് കേട്ടോ, തോരൻ വെക്കാൻ നല്ലതാണ്. അതിൻ്റെ നടുക്കത്തെ തണ്ട് മാത്രം എടുത്താൽ നമുക്ക് തോരനും വെക്കാം. കോഴി സമ്മതിക്കത്തില്ലല്ലോ. കണ്ടോ, ഇത് നല്ല മണ്ണിളക്കമാണ്. നമ്മൾ ഈ ചേന ഇഞ്ചിയൊക്കെ നടുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ചേമ്പും നട്ടേക്കുന്നത്. നമുക്ക് സ്ഥലം ഇവിടെ കുറവായതുകൊണ്ട് നമ്മളിങ്ങനെയാണ് കൃഷികളൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് ചേന നട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് അന്ന് നമ്മൾ ചേന നട്ട് നിങ്ങളെ കാണിച്ചൊരു വീഡിയോ ചെയ്തില്ലേ, അത് ഈ മീൻപെട്ടിക്കകത്തായിരുന്നു. ഇതിനകത്ത് വല്ലതും ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറിക്കുക. എനിക്ക് തോന്നുന്നു മണ്ണ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതുവരെ ഒന്നും കണ്ടില്ല. പൊക്കി നോക്കാം, വല്ലതും ഉണ്ടോ നോക്കാം. ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, വെറുതെ ആയിപ്പോയെന്ന് തോന്നുന്നു. പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്നു. വേര് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഉയ്യോ, ഒന്നും ഇല്ലെന്നാ തോന്നുന്നത്. എന്നാലും നമുക്ക് നോക്കാം. അയ്യോ, അയ്യോ, ഒരു വിത്ത് പോലും കിട്ടി. ഇനി അടുത്തതാണ് നമുക്ക് പ്രതീക്ഷ, അടുത്ത മൂട്. അപ്പോൾ വലിയ ചേമ്പ് ഇപ്പോൾ പൊങ്ങി വരുന്നതായിരിക്കും. കണ്ടോണം, നിറച്ച് വിത്താണ്. നമുക്ക് പറിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര വിത്താണ് കണ്ടോ, ഭയങ്കര പാടാണ്. ഇപ്പോൾ കണ്ടോണം, ഒരു കിൻഡലായിരുന്നു ഒരു ചേമ്പിനകത്തുനിന്ന് കിട്ടിയത്. കണ്ടോണം, അയ്യോ വലിയതായി കിട്ടിയത്. ഇഷ്ടം പോലെ വിത്ത് കണ്ടോ. അയ്യോ, വിത്തൊക്കെ മുട്ടിച്ച് വരുന്നേ ഉള്ളായിരുന്നു. അതൊരു വിത്തായിരുന്നു. അപ്പോൾ ഗൈസ്, ചേമ്പ് ചതിച്ചു. ചേമ്പിനകത്തൊന്നും ഒരു വിത്ത് പോലും കിട്ടിയിട്ടില്ല. ദേ, ഇത്തവണ നമ്മളെ ചേമ്പ് ചതിച്ചു. ഉണ്ടോ, നമ്മൾ പക്ഷേ തോറ്റ് പിന്മാറത്തില്ല. പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ ഇതിനകത്ത് തന്നെ ചേമ്പ് കിളിർപ്പിച്ച് ചേമ്പും വിത്ത് പറിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരും. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ചേമ്പും ചതിക്കും. ചേമ്പ് ചതിക്കാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ഇതിനകത്ത് ഒരുപാട് കൂടുതലായിപ്പോയി. അത് ഓരോ തവണ നമ്മൾ മണ്ണ് വളം ഇട്ടിട്ട് മണ്ണിടും അങ്ങനെ ഇട്ടിട്ട് കരിയില ഇടാൻ മറന്നു പോയത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ആരും മണ്ടത്തരങ്ങൾ ചെയ്യരുത്. കാരണം നമ്മൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കുമ്പം വളരെ കുറച്ച് മാത്രം മണ്ണിടുക. മണ്ണിട്ടതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് വേണം മണ്ണിടാൻ. അല്ലെങ്കിൽ ഇങ്ങനത്തെ അനുഭവം നമുക്ക് ഇനിയും ഉണ്ടാവും. അപ്പോൾ ഇത് ചേമ്പ് ഒത്തിരി അടിയിലായിരുന്നു, അതുകൊണ്ട് പറ്റിയതാണ്. മണ്ണിൻ്റെ ഒരുപാട് അടിയിലായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.